സുധി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി വീഡിയോ എടുക്കുന്നു. ശേഷം സച്ചിയും മഹേഷും നിരപരാധികളാണെന്ന് തിരിച്ചറിയുന്നതോടെ പോലീസ് സച്ചിനെ മഹേഷിനെ വെറുതെ വിടുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന സച്ചി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തുകയും ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുധി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി വീഡിയോ എടുത്തത് എല്ലാവരെയും കാണിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് സുധിയും ശ്രുതിയും അടക്കം എല്ലാവരും ഞെട്ടിപ്പോകുന്നു. തുടർന്ന് സുധി വൻ തട്ടിപ്പിനിരയായ വിവരം സച്ചി എല്ലാവരെയും അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന രവീന്ദ്രനും ശ്രുതിയും അടക്കം എല്ലാവരും സുധീനെ വഴക്ക് പറയുന്നു. ശേഷം 5 ലക്ഷം രൂപ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുന്നതോടെ സുധി സത്യങ്ങൾ പറയാനൊരുങ്ങുന്നു. തുടർന്ന് സുധി സത്യം പറയുമെന്ന് മനസ്സിലാക്കുന്ന ചന്ദ്രമതി സുധീനെ വിളിക്കുകയും തല്ലുകയും നീ ഞങ്ങളെല്ലാം പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നീ ആരോടാണ് പണം കടം വാങ്ങിയതെന്ന് ചന്ദ്രമതി ചോദിക്കുന്നതോടെ ആനന്ദിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ 5 ലക്ഷം രൂപ കടം വാങ്ങിയതെന്ന് സുധി പറയുന്നു. എന്നാൽ സുധി പറഞ്ഞതൊന്നും സച്ചിക്ക് വിശ്വാസമാകാതെ വരുന്നു. പിന്നീട് മുറിയിലെത്തുന്ന സുധിയോട് ദേഷ്യപ്പെടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ശേഷം അമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാമായിരുന്നുവെന്നും എല്ലാവരുടെ മുമ്പിൽ എന്നെ രക്ഷിക്കാനായാണ് എന്നെ തല്ലിയതെന്നും 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റു എന്നും ശ്രുതിയോട് പറയുന്നു. ഇത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോവുകയും ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയും സച്ചി അറിഞ്ഞാൽ സുധീനെ വെറുതെ വിടില്ലെന്നും പറയുന്നു. തുടർന്ന് വിഷമിച്ച് നിൽക്കുന്ന സുധിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.